അപ്പോൾ ഇന്ന് പത്രവിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാൻ VS അനോജ് ഉണ്ട് എനിക്കൊപ്പം. VS അനോജ്, ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം, പത്രവിശേഷം? ഇന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വാർത്തയിൽ തന്നെയാണ് നിന്നത്, അതുകൊണ്ട് അതിലേക്ക് വരാം. പക്ഷേ അതിനു മുമ്പ് കോഹ്ലിയുടെ ആ സെഞ്ചുറി നേട്ടം, ഒപ്പം ആ ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരായിട്ടുള്ള റാഞ്ചിയിലെ വിജയം, അതിൽ നിന്ന് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു പുതിയ വാർത്ത എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനുള്ള ആരാധകരെ സന്തോഷിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട മത്സരം, അതിൻ്റെ ഫലം, ആ വാർത്തയിലേക്ക് തന്നെ വരാം. ഏതായാലും എല്ലാ പത്രങ്ങളുടെയും തലക്കെട്ടിൽ അല്ലെങ്കിൽ ഒന്നാം പേജിൽ ഇടം പിടിച്ച ചിത്രമോ അല്ലെങ്കിൽ വാർത്തയോ ഒക്കെ തന്നെയാണ് കോഹ്ലിയുടെ പ്രകടനം. മാതൃഭൂമി കോഹ്ലി നമ്പർ 1 എന്ന് ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നു. ഞായറാഴ്ച റാഞ്ചിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള ഒന്നാം ഏകദിനത്തിൽ സെഞ്ചുറി തികച്ച കോഹ്ലിയെക്കുറിച്ച് അതിനകത്ത് പറയുന്നു. ഒപ്പം ക്രിക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റിൽ മാത്രം ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന റെക്കോർഡ് കൂടി കോഹ്ലിയുടേതായി മാറിയിരിക്കുന്നു. സച്ചിൻ്റെ റെക്കോർഡ് മറികടന്നു. 51 സെഞ്ചുറി എന്നുള്ളത് 52 സെഞ്ചുറി ആയിട്ട് കോഹ്ലി അതുകൂടെ ബീറ്റ് ചെയ്തിരിക്കുന്നു. ഈ വാർത്തയാണ് ഏറ്റവും രസകരമായും ഏറ്റവും മനോഹരമായ തലക്കെട്ടുകളോടെയും എല്ലാ പത്രങ്ങളും നൽകിയിട്ടുള്ളത്. അത് വളരെ രസകരമായിട്ട് ഇതെല്ലാം ഇംഗ്ലീഷ് പത്രങ്ങളടക്കം എല്ലാവരും നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഹ്ലി റാഞ്ചി എന്ന് മലയാള മനോരമ, ഒപ്പം ശതകാഭിഷേകം എന്ന് മനോരമയുടെ 16-ാം പേജിൽ സ്പോർട്സിൽ എഴുതിയിരിക്കുന്നു. വളരെ മനോഹരമായി തന്നെ അതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സച്ചിനെ മറികടന്ന് കോഹ്ലി കരിയറിൽ 83-ാം സെഞ്ചുറി പൂർത്തിയാക്കി. ഒപ്പം 52 സെഞ്ചുറി പൂർത്തിയാക്കിയ കോഹ്ലി 51 സെഞ്ചുറികളുള്ള സച്ചിൻ തെണ്ടുൽക്കറെ മറികടന്നു എന്ന് അതിനകത്ത് പറയുന്നു. ഒപ്പം ഒന്നാം ഏകദിനത്തിലെ ഇന്ത്യയുടെ 17 റൺസ് ജയം, ആ കാര്യവും പറയുന്നുണ്ട്. മറ്റ് എല്ലാ പത്രങ്ങളിലും വളരെ രസകരമായി തന്നെയാണ് അതിൻ്റെ തലക്കെട്ടുകൾ നൽകിയിരിക്കുന്നതും ഒപ്പം ആ ചിത്രം സഹിതം നൽകിയിരിക്കുന്നത്. റാഞ്ചി എന്നുള്ള തലക്കെട്ട് മിക്കവാറും മലയാള പത്രങ്ങൾ ഇന്ന് അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഒപ്പം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വളരെ രസകരമായ ഒരു തലക്കെട്ട് ഇന്ത്യൻ എക്സ്പ്രസിൽ കണ്ടതാണ്. അത് വിൻറ്റേജ് വിരാട് മാസ്റ്റർ ക്ലാസ് എന്നാണ്. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ 11-ാം പേജിൽ സ്പോർട്സ് പേജിൽ കോഹ്ലിയെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ശരിക്കും ഒരു മാസ്റ്റർ ക്ലാസ് ബാറ്റിംഗ് പെർഫോമൻസ് തന്നെയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും എല്ലാ പത്രങ്ങളും അത് വലിയ പ്രാധാന്യത്തോടു കൂടെ നൽകിയിരിക്കുന്നു. ഇന്ന് അത് മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ, അതായത് കോഹ്ലിയുടെ ഈ പ്രകടനം, നമ്മൾ ഇന്ത്യയിലെ ക്രിക്കറ്റ് ഫാൻസ് എല്ലാവരും ഇന്നലെ ആഹ്ലാദിച്ച ഇന്ത്യൻ പ്രകടനത്തിന് ശേഷം ആ വാർത്തയിൽ നിന്ന് നമ്മൾ പുറത്തു കടന്നാൽ SIRമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം ഇന്ന് എല്ലാവരും നൽകിയിരിക്കുന്നു. കാരണം അതുതന്നെയാണ് എല്ലാ പത്രങ്ങളുടെയും തലക്കെട്ട് എന്ന് പറയാം. SIR സമയപരിധി നീട്ടി നൽകി ആശ്വാസം എന്ന് മാതൃഭൂമിയുടെ തലക്കെട്ടിൽ പറയുന്നു. കേരളമടക്കം 12 ഇടങ്ങളിൽ SIR നടപടികളുടെ സമയപരിധി ഒരാഴ്ച കൂടി നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരള, തമിഴ്നാട്, ബംഗാൾ അടക്കം 9 സംസ്ഥാനങ്ങൾക്കും 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഇത് ബാധകമാണ്. ഇതിന് നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. വലിയ രീതിയിൽ, ചെറിയ സമയം കൊണ്ട് വലിയ രീതിയിലുള്ള ജോലി പൂർത്തീകരിക്കേണ്ട ചുമതല ഉദ്യോഗസ്ഥർക്കുണ്ടാകുന്നു. അവർ വലിയ ജോലി ഭാരത്തിലേക്ക് പോകുന്നു. അത് ആത്മഹത്യയടക്കം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വലിയ ജോലി സമ്മർദ്ദത്തിന് കാരണമാകുന്നു എന്നുള്ളൊരു പ്രശ്നം നിലനിന്നിരുന്നു. അത് പ്രത്യേകിച്ച് ബംഗാളിലടക്കം ഇക്കാര്യങ്ങൾ ജീവനൊടുക്കിയ നിലയിൽ 40ഓളം പേരുടെ കാര്യം തൃണമൂൽ കോൺഗ്രസ് ആരോപണമായിട്ട് ഉന്നയിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ എന്തായാലും ഇത്തരത്തിലുള്ള ഈ എന്യൂമറേഷൻ, ഇത്തരത്തിലുള്ള നടപടികൾ നിർത്തി അത് കുറച്ചുകൂടെ ദിവസത്തേക്ക് നീട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മാധ്യമം ഇന്ന് SIR ഒരാഴ്ച നീട്ടിയെന്ന് മാധ്യമത്തിൻ്റെ തലക്കെട്ടിൽ പറയുന്നു. ഒപ്പം കൗമുദി എഴുതിയിരിക്കുന്ന കൗമുദിയുടെ തലക്കെട്ട് ആശ്വാസം, SIR ഒരാഴ്ച നീട്ടി, വോട്ടർമാർക്കും BLOമാർക്കും ആശ്വാസം എന്ന് പറയുന്നു. ഒപ്പം കേരളത്തിൽ 10 ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ ആ കാര്യം കൂടെ ചേർത്തിരിക്കുന്നു. ദേശാഭിമാനി SIR നീട്ടി, സമയപരിധി നീട്ടി എന്നുള്ളതും നടപടി ഗത്യന്തരമില്ലാതെ എന്ന തരത്തിലേക്ക് ദേശാഭിമാനി അതിനെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ആ വാർത്തയെ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ഇന്ന് പത്രങ്ങൾ നൽകിയിരിക്കുന്നത്. ഒപ്പം നേരത്തെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദം കൂടിയായി മാറിയിരിക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയത്തിലുള്ള തലക്കെട്ടുകളിലേക്കും കൂടെ വരാം. അത് അതിജീവിതയ്ക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണത്തിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിൽ എന്ന് കൗമുദി 1-ാം പേജിൽ നൽകിയിരിക്കുന്നു. ആ തലക്കെട്ടോടുകൂടെ തന്നെ അവർ അത് വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. ഒപ്പം ഈ വാർത്ത പല രീതിയിൽ പല പത്രങ്ങൾ അവതരിപ്പിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം
ഇപ്പോൾ മംഗളം ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ സൈബർ അധിക്ഷേപം രാഹുൽ ഈശ്വർ അറസ്റ്റിൽ എന്ന് പറയുമ്പോൾ തന്നെയും യുവതിയുടെ ശബ്ദരേഖ പരിശോധന തുടങ്ങിയ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ എക്സ്പേർട്സ് ഈ കാര്യം പരിശോധിക്കുന്നതിൽ അത് ഒറിജിനൽ വോയിസ് തന്നെയാണ് എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇത് കുറച്ചുകൂടെ അപ്ഡേഷൻ ഈ വാർത്തയിൽ വന്നു കഴിഞ്ഞു. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ളാറ്റിൽ പരിശോധന, CCTV ദൃശ്യങ്ങൾ ലഭ്യമായില്ല എന്ന് ആ വാർത്തയിൽ പറയുന്നുണ്ട്. ഏതായാലും ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം രാഹുലിൻ്റെ വാർത്തയ്ക്ക് നൽകിയിട്ടുണ്ട്. രാഹുലിനെ കണ്ടെത്താനാകാതെ രാഷ്ട്രീയ നാടകം പോലീസ് കളിക്കുന്നു എന്ന തരത്തിലേക്ക് ജന്മഭൂമി അതിൻ്റെ തലക്കെട്ട് അവരുടേതായ ഒരു പാറ്റേണിലേക്ക് കൊണ്ടുപോയിട്ടുമുണ്ട്. വീക്ഷണം SIR തന്നെയാണ് നൽകിയിരിക്കുന്ന വീക്ഷണത്തിൻ്റെ തലക്കെട്ട്. പക്ഷേ SIRലെ വേറെ രീതിയിലാണ് വീക്ഷണം അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ SIRൻ്റെ സമയപരിധി നീട്ടിയെന്ന് പറയുമ്പോഴും SIR പരിഗണിക്കൂ സർ എന്നുള്ള തലക്കെട്ടിൽ വീക്ഷണം നൽകിയിരിക്കുന്നത്. പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം തുടങ്ങുമ്പോൾ ഇത് ചർച്ച ചെയ്യണമെന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം സംബന്ധിച്ചുള്ള ആ വാർത്തയിലേക്കാണെന്ന് വീക്ഷണം പോയിരിക്കുന്നത്. ഒപ്പം ഈ മറ്റ് ചില വാർത്തകളിലേക്ക് കൂടെ വന്നാൽ ഒന്ന് പ്രധാനപ്പെട്ട 2 വാർത്തകൾ ഇന്ന് ഒന്നാം പേജുകളിൽ ഇടം പിടിച്ചത്. ഒന്ന് നാഷണൽ ഹെറാൾഡ് കേസാണ്. നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുലിനും സോണിയയ്ക്കുമെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം എന്നൊരു വാർത്ത ഇന്ന് പത്രങ്ങൾ പ്രാധാന്യത്തോടുകൂടെ നൽകിയിട്ടുണ്ട്. അത് സുപ്രഭാതം, സിറാജ് അടക്കം എല്ലാ പത്രങ്ങളും സോണിയയ്ക്കും രാഹുലിനുമെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം, നാഷണൽ ഹെറാൾഡ് കേസ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രഭാതത്തിൻ്റെ ഒന്നാം പേജിൽ ആ വാർത്തയുണ്ട്. ഒപ്പം സിറാജിൻ്റെ ഒന്നാം പേജിലും ആ വാർത്തയുണ്ട്. നാഷണൽ ഹെറാൾഡ് കേസ് വേട്ട തുടർന്ന് കേന്ദ്രമെന്നാണ് ചന്ദ്രിക അവരുടെ തലക്കെട്ടിൽ പറയുന്നത്. ചന്ദ്രിക മറ്റൊരു വാർത്ത കൂടെ നൽകിയിരിക്കുന്നു. അത് ബോർഡ് ഈ കുരുക്കുമുറുകി തന്ത്രിയുടെ മൊഴി എന്നുള്ള ശബരിമലയിലെ കേസുമായി ബന്ധപ്പെട്ട വാർത്തയും നൽകിയിരിക്കുന്നു. സിറാജ് ഒന്നാം പേജിൽ 2 മറ്റ് വാർത്തകൾ കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, രാജ്ഭവൻ ഇനി ലോക് ഭവനാകും, പേരുമാറ്റം ഇന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണറുടെ വസതിയുടെ പേര് മാറുന്ന വാർത്ത. മറ്റൊന്ന്, ഗസയിലെ മരണം, ഈ ഗസയിൽ 70,000 കടന്നു മരണം എന്നുള്ള ആ വാർത്തയും സിറാജിൻ്റെ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയിൽ ഒന്നാം പേജിൽ വളരെ അവർ പ്രത്യേകമായി നൽകിയിരിക്കുന്ന ഒരു വാർത്ത, ഈ പെരിങ്ങമല സഹകരണ സംഘത്തിലെ BJP തട്ടിപ്പ് നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ആ വിഷയത്തിൽ സുരേഷ്, BJPയുടെ നേതാവ്, ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷിൻ്റെ വാദം പച്ചക്കള്ളമെന്ന് തെളിയിക്കുന്ന രേഖകൾ. സുരേഷ് അപേക്ഷ നൽകാതെ വായ്പ എടുത്തു എന്നാണ് ഇത് ദേശാഭിമാനി നൽകിയിരിക്കുന്ന വാർത്ത. അതിൽ സുരേഷിനെ അക്യൂസ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു ആംഗിളിൽ തന്നെയാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയത്തിൽ ദേശാഭിമാനിയുടെ ഉൾപേജിൽ വിശദമായി അവർ ആ വാർത്തയിലേക്ക് പോയിരിക്കുന്നു. അതിൽ ഈ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് ഒളിപ്പിക്കുന്നു എന്നുള്ള ഗോവിന്ദ മാഷ്ട പ്രസ്താവന അതിന് മുകളിലായിട്ട് വലിയ രീതിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് മറ്റൊരു വാർത്തയാണ്. അതിജീവിതയ്ക്ക് കോൺഗ്രസ് സൈബർ ആക്രമണം എന്നുള്ള വാർത്തയാണ്. ഒപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വിമർശനം കൂടെ ചേർത്തിരിക്കുന്നു. മാങ്കൂട്ടത്തിലിൻ്റെ സകല ചരിത്രവും വിളിച്ചു പറയുമെന്ന് ഉണ്ണിത്താൻ, അതിജീവിതയ്ക്ക് കോൺഗ്രസ് സൈബർ ആക്രമണം. ഈ 2 വാർത്തകളെ പ്രാധാന്യത്തോടുകൂടെ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. മാധ്യമത്തിൻ്റെ ഒന്നാം പേജിൽ ഒരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുള്ളത്, ഒരുപക്ഷെ ലോക മാധ്യമങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ നൽകിയിരിക്കുന്ന ഒരു വാർത്ത, നെതന്യാഹു കൈക്കൂലി കേസിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് പ്രസിഡന്റിന് കത്തെഴുതിയ വാർത്തയാണ്. അത് ഇസാഖ് ഹെർസോഗിന് ഔദ്യോഗികമായി കത്തെഴുതി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ അഴിമതി കേസുകളിൽ തനിക്ക് മാപ്പ് തരണമെന്ന് ആവശ്യപ്പെട്ടാണ് കത്തെഴുതിയത് എന്ന് പറയുന്നുണ്ട്. ഏതായാലും മറ്റൊരു ഇന്ന് ഒന്നാം പേജിൽ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വളരെ ആഹ്ലാദകരമായി കണ്ട ഒരു കാര്യം, ഈ ഹോർത്തൂസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ മനോരമ വളരെ രസകരമായി നൽകിയിരിക്കുന്നു. അതിൽ മോഹൻലാൽ സംസാരിക്കുന്ന ആ വാർത്തയുടെ അല്ലെങ്കിൽ അതിൻ്റെ ചിത്രം സഹിതമുള്ള പടം ദാസേട്ടനില്ലായിരുന്നെങ്കിൽ ജീവിതം അപൂർണമെന്ന് യേശുദാസിനെ ആദരിച്ചുകൊണ്ടുള്ള ചടങ്ങിൽ മോഹൻലാൽ സംസാരിക്കുന്ന അത് ചിത്രം സഹിതം തന്നെ അവർ വളരെ രസകരമായി മലയാള മനോരമ നൽകിയിട്ടുണ്ട്. മനോരമയുടെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലും കൂടിയാണത്. ഹിന്ദുവിൽ സൈക്ലോൺ, ശ്രീലങ്കയിലെ സൈക്ലോണുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. ഒപ്പം ഉൾപേജിൽ അത് എത്ര കണ്ട് ആളുകളെ ബാധിച്ചു എന്ന് സംബന്ധിച്ചും അവർ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മരണസംഖ്യയും ഒപ്പം വലിയ രീതിയിൽ 334 പേർ മരിച്ചു. ഒപ്പം 300 പേരെ കാണാനില്ല. ഈ ഡിറ്റുവ ഡിവാസ്റ്റേഷൻ ഇൻ ശ്രീലങ്ക എന്ന് തലക്കെട്ടിൽ നൽകിയിരിക്കുന്നു. വളരെ കൗതുകമുള്ള മറ്റൊരു പ്രതികരണം ഇന്ന് ഞാൻ കണ്ടത് മാതൃഭൂമിയിലെ 14-ാം പേജിൽ
പലസ്തീൻ രാഷ്ട്രം ഏക പരിഹാരമെന്ന് മാർപ്പാപ്പ. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിനുള്ള ശാശ്വത പരിഹാരം പലസ്തീൻ രാഷ്ട്രമാണെന്ന് വത്തിക്കാൻ്റെ നിലപാട് ആവർത്തിച്ച് ലിയോ 14 മാർപ്പാപ്പ. കാരണം അത് ഈ തുർക്കിയിലെ പര്യടനം പൂർത്തിയാക്കിയതിന് പിന്നാലെ അതൊരു ചരിത്രപരമായ പര്യടനം കൂടെയായിരുന്നു. ഞായറാഴ്ച ദിന സന്ദർശനത്തിനായി ലെബനിലേക്ക് പോകുന്നതിന് വിമാനത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാചകം, ഇസ്രായേൽ ഈ പരിഹാരം അംഗീകരിക്കില്ലെന്നറിയാം, എന്നാൽ വർഷങ്ങളായി മേഖലയിൽ തുടരുന്ന സംഘർഷത്തിന് ഒരേയൊരു പരിഹാരം 2 രാഷ്ട്രങ്ങൾ അത് സ്വതന്ത്രമായി നിലനിൽക്കുക എന്നുള്ളതാണ് എന്ന് പറയുന്നു. ഏതായാലും വളരെ നല്ല ഒരു ധാരാളം വാർത്തകളും ഒപ്പം തന്നെ വലിയ രീതിയിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളുമുള്ള ഒരു വാർത്താ ദിവസം എന്ന് പറയാം. ജന്മഭൂമി മുനമ്പവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇന്ന് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ഈ മുനമ്പം വാർത്ത ദീപികയും 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ദീപികയുടെ 1-ാം പേജിൽ മുനമ്പം സംരക്ഷണ സമിതി സമരം അവസാനിപ്പിച്ചതും ചതിച്ചിട്ടും തളരാതെ മുനമ്പം ജനത അലയടങ്ങാതെ പ്രക്ഷോഭമെന്ന് ജന്മഭൂമിയും പറഞ്ഞിരിക്കുന്നു. ഏതായാലും വാർത്തകളിൽ നിന്ന് തൽക്കാലം നമുക്ക് പത്രവാർത്തകളിൽ നിന്നും പുറത്തെടുക്കാം. സേതു എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ശുഭദിനം ആശംസിക്കുന്നു.